പണത്തിനും ആഡംബര ജീവിതത്തിനുമായി കഞ്ചാവ് വിൽപ്പന. സംസ്ഥാനത്ത് വിദ്യാർത്ഥികൾ പ്രതികളാകുന്ന പല ലഹരി കേസുകളും പരിശോധിച്ചാൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തൊടുപുഴയിലെ ഒരു ഫ്ളാറ്റിൽ നിന്ന് ലഹരിയുമായി പിടിയിലായത് 3 നിയമ വിദ്യാർത്ഥികളാണ്. അതിൽ ഒരാൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും മറ്റൊരാൾ അഭിഭാഷകയുടെ മകനുമാണ്. തൊടുപുഴ വെങ്ങല്ലൂർ മത്സ്യമാർക്കറ്റിനു സമീപത്തെ ലോഡ്ജിൽ നിന്നാണ് ലോ കോളേജിലെ 3 വിദ്യാർത്ഥികൾ പോലീസ് പിടിയിലായത്. ചേർത്തല സ്വദേശി ശ്രീരാഗ് രാജു, കരുനാഗപ്പള്ളി സ്വദേശി ഷെജീർ ഷെരീഫ്, തൃശൂർ സ്വദേശി ജീവൻ രമേശ് എന്നിവരെയാണ് തൊടുപുഴ ഡിവൈഎസ്പി MR മധുബാബുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് ചെറിയ പൊതികളിലാക്കി വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുകയായിരുന്നു ഇവർ ചെയ്തിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. 6 പൊതികളിലായി 14 ഗ്രാം കഞ്ചാവാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്തത്. ഒരു പൊതി കഞ്ചാവിന് 1500 രൂപ നിരക്കിലായിരുന്നു വിൽപ്പന. പ്രതികളിൽ ഒരാൾ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മകനും ഒരാൾ അഭിഭാഷകയുടെ മകനുമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് ഇവരെന്നും ആഡംബര ജീവിതം നയിക്കാനാണ് ലഹരി കച്ചവടം നടത്തി വന്നതെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 ഇടുക്കി.